ഹലോ ഗൈസ്, നമ്മളിവിടെ നല്ല മത്തി മുളകിട്ടതും മത്തിയുടെ എണറ്, അതായത് മത്തിയുടെ മീൻമുട്ട, അത് ഫ്രൈ കൂടെ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, കുറച്ച് ഉലുവ ഇട്ടു, വെളിച്ചെണ്ണയാണ്. പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടു. അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് വഴറ്റി നമ്മൾ കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് കുറച്ച് മസാല കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിലേക്ക് എക്സ്ട്രാ മസാല ഒന്നും ആഡ് ചെയ്യാതെ അതിൻ്റെ ബാലൻസ് മസാല എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇട്ടു. അപ്പോൾ അങ്ങനെയാണ് കുക്കിംഗ് ബാലൻസ് ചെയ്യേണ്ടത് നമ്മൾ. ഓക്കെ, അങ്ങനെ നമ്മളിതിങ്ങനെ പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി. പിന്നെ കുടംപുളി ഇട്ടു. കുടംപുളി ഇങ്ങനെ ഉണങ്ങിയത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കുടംപുളി ഉപ്പിലിട്ടിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കുഞ്ഞി കട്ട് ചെയ്തിട്ടിട്ട്, അത് കട്ട് ചെയ്തിട്ട് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ മാങ്ങയൊക്കെ ഇട്ട് മീൻകറി വെക്കില്ലേ, എക്സാക്റ്റ് സെയിം ടേസ്റ്റ്. നമ്മൾ അത് കടിക്കുന്ന സമയത്ത് നമ്മൾ മാങ്ങയൊക്കെ കടിക്കുന്ന പോലെ ഉണ്ടാവും, സൂപ്പറാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ അകത്ത് മസാല പിടിക്കില്ല. ഈ എണറിൻ്റെ അകത്ത്, ഞങ്ങൾ എണറെന്നാണ് പറയാം, മീൻമുട്ടേൻ്റെ അകത്ത് മസാല പിടിക്കില്ല. എന്താണെന്ന് എനിക്കറിയില്ല. നമ്മളത് വെളിച്ചെണ്ണയിലോട്ട് അങ്ങനെ അത് കൂട്ടും. ഈ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. അതെന്താ ശരിക്കും? അയൺ കണ്ടന്റ് കൂടുമ്പോൾ ടേസ്റ്റ് കൂടും. ഉയരം കൂടുമ്പോൾ ചായക്ക് ടേസ്റ്റ് കൂടുമ്പോൾ പിന്നെ നമുക്ക് അയൺ കണ്ടൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് കൂടാം അല്ലേ? എന്തോ ആയിക്കോട്ടെ. നമ്മൾ ആവശ്യത്തിന് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ചു മീൻകറിയിൽ. അങ്ങനെ നമ്മളത് മൂടി വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തു. അങ്ങനെ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ മീൻകുട്ടനെ ഇറക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. യെസ്, അങ്ങനെ നമ്മുടെ മീൻകുട്ടനെ ഓരോന്നായിട്ട് എൻ്റെ ആൻറ്റി പെറുക്കി ഇടുന്നുണ്ട്. നല്ല വലിയ നെയ്മീനാണ്. അങ്ങനെ നമ്മൾ മീൻകുട്ടനെയൊക്കെ ഇങ്ങനെ ഇട്ടു. 1 2 3 4 5 6 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിട്ടു. യെസ്, നമ്മൾ സാധാരണ മീൻ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടാണ് മീൻകറി ഉണ്ടാക്കാറ്. ഇത് പക്ഷെ നമ്മളങ്ങനെയൊന്നും ചെയ്തില്ല. ജസ്റ്റ് ചുമ്മാ അങ്ങനെ മീനെടുത്തിട്ടു. എന്നിട്ടാണ് നമ്മൾ പരിപാടി, മീനെ കുളിപ്പിക്കുക. ഈ മുളകിൻ്റെ വെള്ളത്തിലൊക്കെ ശരിക്കും കുളിപ്പിക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ ഗൈസ്. ഓ മൈ ഗോഡ്. യെസ്, നമ്മൾ നമ്മുടെ മത്തിയെ മുളകിൻ്റെ വെള്ളത്തിൽ കുളിപ്പിച്ചെടുക്കുകയാണ്. യെസ്, അങ്ങനെ കുളിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിതിനെ കുറച്ച് കറിവേപ്പില, വെറുതെ ഇങ്ങനെ കുറച്ച് കറിവേപ്പില ഇട്ടു. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അങ്ങനെ അതവിടെ നിന്ന് വേവട്ടെ. യെസ്, അപ്പോഴേക്കും നമ്മുടെ മീൻമുട്ട ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. എനിക്കിത് കൊതിയാവാണ് ഗൈസ്. യെസ്, അങ്ങനെ നമ്മുടെ മീൻകറിയും ഇവിടെ സെറ്റായിരിക്കുന്നു ഗൈസ്. അപ്പം ഇത്രയ്ക്കൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.